പാലക്കാട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പരസ്യമായ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം സമാപിക്കുകയാണ്. നാളെ ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം മാത്രമേ ബാക്കി ശേഷിക്കുന്നുള്ളൂ. 20-ാം തീയതി പാലക്കാടിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 3 മണ്ഡലങ്ങളിലാണ്, ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലും 2 അസംബ്ലി നിയോജകമണ്ഡലത്തിലുമാണ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും 2 മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലും ചേലക്കര അസംബ്ലി മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് ഇതിനകം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ചേലക്കര നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. വയനാട് നില മെച്ചപ്പെടുത്തും. പാലക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം വോട്ടിൻ്റെ കണക്കെല്ലാം വെച്ച് 3-ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. ആ 3-ാം സ്ഥാനത്ത് നിന്ന് ഇപ്പോഴും നല്ല രീതിയിൽ ബഹുദൂരം മുന്നേറി 1-ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു ചരിത്ര വിജയം പാലക്കാട് നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ എല്ലാ അർത്ഥത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളെയും മാധ്യമ വിചാരണയെയും എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ LDF മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആ മുന്നേറ്റം UDFും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, BJPയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയ വിഭാഗങ്ങളും ഭൂരിപക്ഷ വർഗീയ വിഭാഗങ്ങളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഒരേ സ്വരത്തിൽ ശക്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിൽ വെച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനത്തിൽ സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നടത്തിയ ഒരു പരാമർശം, അത് തെറ്റായ പദപ്രയോഗങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ വിമർശനത്തിന് വിധേയപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പരാമർശം. ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം മുതൽ കൃത്യതയോടെ പറഞ്ഞു വെച്ചത് തന്നെയാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറഞ്ഞതല്ല. ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ, പാലക്കാട് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും മുസ്ലിം ലീഗുമായിട്ടും UDFുമായിട്ടും എന്ന് പറഞ്ഞാൽ പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം സഖാവ് പിണറായി നടത്തിയിട്ടുള്ളത്. അപ്പോൾ മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റാണ് എന്നർത്ഥം. ആ പ്രസിഡന്റിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിൻ്റെ അപ്പുറം കടന്ന് ലീഗിൽ തന്നെ വലിയ പ്രസക്തിയൊന്നും ലഭിക്കാത്ത ചില ആളുകൾ സാദിഖ് അലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും.
ചില നേരത്തെ പറഞ്ഞതുപോലുള്ള വാർത്താമാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട്. അവർ ട്രൗസർ ഊരിക്കും എന്ന് വരികയാണ് പറഞ്ഞത്. എന്തു പറയാൻ യാതൊരു ഉറപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ചില ആളുകൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ലീഗ് ഉള്ളത് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഈ വർഗീയ ധ്രുവീകരണത്തിന് നടത്തുന്ന ശ്രമം ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ വിമർശനം ശരിയായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ മതപരമാക്കാനും മതത്തിൻ്റെ പേരിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം നടത്താനുമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മതവികാരത്തെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിൻ്റെയും SDP-യുടെയും ഒപ്പം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ വോട്ടർമാരും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ ശക്തികളും തിരിച്ചറിയണം എന്നതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന RSSൻ്റെ BJP-യുടെ സമുന്നത നേതാവ് തികഞ്ഞ വർഗീയ പ്രചാരവേല RSSൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരാൾ ഇപ്പോഴ് കോൺഗ്രസിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ RSS ബന്ധം ഉപേക്ഷിച്ചു എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. BJP-യുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. RSS ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്തെന്ത് നിലപാടാണ് അദ്ദേഹം, ഞാനതൊന്നും ആവർത്തിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, എല്ലാവരുടെ കയ്യിലുണ്ട് അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള അർബേറ്റം. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പത്രപ്രവർത്തകന്മാർ കേരളത്തിൻ്റെ KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. ഈ ബാബറി മസ്ജിദ് തകർത്ത സമയം ഉൾപ്പെടെ സന്ദീപ് വാര്യർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ കേരളത്തിലെ KPCC പ്രസിഡന്റ് പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, നിങ്ങളെല്ലാം കയ്യിലുണ്ട്, പറഞ്ഞതുപോലെ ഒന്നുമല്ല, അത് ജാമുവാൻ കാലത്ത് ഉള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ പറയുന്നത്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലെന്നാണ്. ജാമുവാൻ്റെ കാലത്തുള്ള രാഷ്ട്രീയമാണ് നിങ്ങളിപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട് പത്രസമ്മേളനം ഇറങ്ങി പോവുകയാണ് യഥാർത്ഥത്തിൽ സുധാകരൻ ചെയ്തത്. ഒരൊറ്റ മാധ്യമവും ചർച്ച ചെയ്തില്ലല്ലോ. ഞങ്ങളാ മറ്റോ ഇമാതിരി വർത്തമാനം പറഞ്ഞതിൽ എന്തായിരിക്കും സംഭവം? ജാമുവാൻ കാലത്തെ രാഷ്ട്രീയമാണ് ബാബറി മസ്ജിദ് പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു പള്ളി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ട് എത്ര ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുമായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. എന്തേ ഒരക്ഷരം നിങ്ങളാരും അറിയാതിരുന്നത്? ഇതൊരു ഭാഗം. വേറൊരു ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ, പേര് ഞാനിപ്പോൾ പറയുന്നില്ല, വേണമെങ്കിൽ പിന്നീട് പറയാം, ശരിക്ക് പെയ്ഡ് ന്യൂസാണ്, പണം വാങ്ങി വാർത്ത കൊടുക്കുന്ന രീതി. ആ രീതിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചില വാർത്തകൾ, ചില സംവാദ രീതികൾ കോൺഗ്രസിന് വേണ്ടി, പ്രധാനമായിട്ട് കോൺഗ്രസിന് വേണ്ടി ആ ചെയ്തികൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിഭാഗം യഥാർത്ഥത്തിൽ പെയ്ഡ്, പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച്
ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസിന് അനുകൂലമായി രാഷ്ട്രീയം നിർമ്മിക്കുകയാണ്, ആശയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഞാൻ പറയുന്നില്ല, ചിലത് ഞങ്ങളുടെ മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്. കേരളത്തിനൊരു ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ മാറ്റി ഉത്തരേന്ത്യയിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ഈ പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ആരിൽ നിന്നാണോ പണം ഈടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചില ചാനലുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഉള്ളത് എന്ന കാര്യവും ഞാനിവിടെ പറഞ്ഞു വെക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അവിടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് നടത്തി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലും അത് വളരെ ഗൗരവമുള്ള പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏതാണ്ട് 2500ഓളം വോട്ട് അഡ്രസ്സ് ഇല്ലാത്ത, പേരില്ലാത്ത, വീടില്ലാത്ത, യാതൊരു തരത്തിലുള്ള തിരിച്ചറിവും ഇല്ലാത്ത നിലയിൽ, പിന്നെ ഇരട്ട വോട്ട് ഉൾപ്പെടെ 2500ഓളം വോട്ട് അവിടെ ചേർത്തിട്ടുണ്ട് ആ ഒരു മണ്ഡലത്തിൽ മാത്രം. അതിന് മുഖ്യ നേതൃത്വം കൊടുത്തത് നല്ല കള്ള ഐഡൻറ്റിറ്റി എല്ലാം ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടി, അതിൻ്റെ സ്ഥാനാർത്ഥി തന്നെ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അവരെന്നെയാണ് ചേർത്തത്. അതിൽ കുറേ വോട്ട് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തത് ഔദ്യോഗിക പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന BLOമാരാണ്. ഇന്നവിടെ മാർച്ച് നടത്തിയപ്പോൾ കലക്ടറെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും മെമ്മോറാണ്ടം കൊടുത്തു. അപ്പോൾ കലക്ടർ പറഞ്ഞത് ഒരാൾ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലപാട് ഞങ്ങൾ ശക്തിയായിട്ട് സ്വീകരിക്കും. അല്ലെങ്കിൽ എത്ര വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണല്ലോ ധാരണ. ഒറ്റ വോട്ടേ ചെയ്യാൻ പാടുള്ളൂ. 2, BLOമാർ തെറ്റായ രീതിയിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 500 വോട്ട് ഇപ്പം തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഞങ്ങൾ പറഞ്ഞ 2500 ആണെങ്കിൽ 500 ഇപ്പം തന്നെയായി. ഇനിയും പരിശോധിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഇത്തരം നിലപാട് സ്വീകരിച്ച BLOമാരുടെ പേരിൽ നടപടി സ്വീകരിക്കും എന്ന് ഇപ്പോഴും വ്യക്തമാക്കി. കാരണം എന്താ പറഞ്ഞാൽ ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കലിൻ്റെ വേറൊരു ഭാഗമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് കള്ള ഐഡൻറ്റിറ്റി ഉണ്ടാക്കി, കാർഡുണ്ടാക്കി, അങ്ങനെയാണ് ജയിച്ചത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാണ് രാഹുൽ മാക്കൂട്ടത്തെ പറ്റി. ഇവിടെ വോട്ടർ ലിസ്റ്റിൽ തന്നെ പുതിയ ആളുകളെ ചേർത്ത് അത് ആരെയും അഡ്രസ്സ് ഇല്ല, എവിടെയാണെന്ന് അറിയില്ല, ഒരു വീട്ടിലും അത് അവരെപ്പറ്റി അറിയില്ല. ഇപ്പോഴാണല്ലോ ഇത് കൃത്യമായിട്ട് മനസ്സിലായത്. ഇപ്രാവശ്യം മുഴുവൻ വീടും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, എണ്ണയിട്ട യന്ത്രം പോലെ UDF പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്നുന്നില്ല. അവിടെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ബൂത്തും ഓരോ വീടും കൃത്യമായിട്ട് നിരവധി പ്രാവശ്യം LDFിൻ്റെ പ്രവർത്തകർ പരിശോധിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോഴാണ് ഈ കണക്കെല്ലാം കിട്ടിയത്. അപ്പോഴാണ് ഈ അഡ്രസ്സ് ഇല്ലാതെ വോട്ട്, ആളില്ലാതെ വോട്ട് എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാരോട് ചോദിച്ചാൽ മതി, ഇവിടെ ഇങ്ങനെയൊരു വോട്ടറുണ്ടോ? ഇവിടെ ഇങ്ങനെയൊരു വോട്ടറില്ല, പക്ഷെ പേരുണ്ട്, ലിസ്റ്റിൽ കൃത്യമായിട്ട് പേരുണ്ട്. അപ്പോൾ ആ പേര് എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള 2500 വോട്ടുണ്ട്. ആ വോട്ട് മുഴുവൻ നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കള്ള വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് വരും. അത് ജയിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കള്ള വോട്ട് പറ്റില്ല, നീക്കണം. അത് BLOമാരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് നടത്തിയത്. ആ BLOമാരുടെ പിന്തുണയോട് നടത്തിയിട്ടുള്ള ഈ കാര്യം ശക്തിയായിട്ട് അവിടെ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നടപടി സ്വീകരിക്കും എന്ന് കലക്ടർ ഇപ്പോഴും പറയുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് ചില പത്രങ്ങൾ തന്നെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ള കാര്യമാണ്. അത് കോഴിക്കോട് ചേവായൂർ സാധാരണ രീതിയിൽ അത്ര വലിയ ദേശീയ വാർത്തയാക്കേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ഒരു പത്രം ഇന്ന് മുഖപ്രസംഗം എഴുതിയ പശ്ചാത്തലത്തിൽ അത് വിശദീകരിക്കാതിരുന്നാൽ ശരിയാണ്. പത്രത്തിൻ്റെ വിശദീകരണം കേട്ടാൽ ഏകപക്ഷീയമായിട്ട് അവിടെ എന്തോ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ആ ബാങ്ക് പിടിക്കാൻ വേണ്ടി നടന്ന ഒരു പ്രക്രിയയെ സംബന്ധിച്ചോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യവും ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ഞങ്ങൾ മത്സരിച്ചില്ല, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാളാണ് ഇപ്പം പുതിയ പ്രസിഡൻ്റായിട്ട് വന്നിട്ട്.
അദ്ദേഹം പറഞ്ഞത് 1 കോടി ഉറുപ്പിക DCC ഓഫീസിൽ എത്തിക്കണം എന്നാണ് അവിടെ നിയമനം നടത്തി. വെറുതെയല്ല രാജിവെച്ച് നിലപാട് സ്വീകരിച്ചത്. 1 കോടി ഉറുപ്പിക DCC ഓഫീസിലേക്ക് എത്തിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്ന് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം തന്നെ അഡ്വക്കേറ്റാണ് കൃത്യമായിട്ട് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിശക്തിയായ രീതിയിലുള്ള വിയോജിപ്പിനെ തുടർന്നാണ് അവരവിടെ ഔദ്യോഗിക കോൺഗ്രസ് പാനലിനെതിരായിട്ട് മത്സരിച്ചത്. 7 പേര്. ഞങ്ങളതിനോടൊപ്പം ചെയ്ത 4 പേര്. ഞങ്ങൾ ഈ 4 ആളേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോൾ ചെയ്തത് ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിൽ പറയുന്നത് 8400ഓളം ആളുകൾ മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്ത് 6000. പറയുന്നതിനും എഴുതുന്നതിനും എന്തെങ്കിലും വ്യവസ്ഥ വേണം, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ പോളിംഗ് നടന്നത് 6000 ആകെ വോട്ട്. ഇപ്രാവശ്യം പോളിംഗ് നടന്നത് 8400. 1300 വരെ വോട്ടിനാണ് അവിടെ ജയിച്ചത്. എന്നിട്ട് അവിടെ വന്ന് അവിടെ തിരിച്ചയച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊട്ടേഷൻ സംഘത്തെ അയക്കുകയായിരുന്നു കോൺഗ്രസ്. ഇപ്രാവശ്യം കൊട്ടേഷൻ സംഘത്തെ അയക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. നിങ്ങളാരും മുണ്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെയാണ് ആ വിവരം പുറത്തു വന്നത്. സുധാകരനാണ് പ്രസംഗിച്ചത്. അവിടെ സുധാകരൻ പ്രസംഗിച്ചിട്ട് പറഞ്ഞതെന്താ? വിമതന്മാരെ ഒന്നിനെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല. എല്ലാ ഭാഗത്തുനിന്നും ശൂലങ്ങൾ വരും, അതിന് മുമ്പിൽ ഞാനുണ്ടാവും. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വിമതനായിട്ട് നിന്നാൽ, അവർക്ക് വോട്ട് ചെയ്താൽ പിന്നെ ഞങ്ങളിവിടെ അനുവദിക്കാൻ പോകുന്നില്ല എന്ന് പരസ്യമായിട്ട് പച്ചയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വാർത്തയായിട്ട് വന്നില്ല. അത് ചിലർ മാത്രം ഇങ്ങനെ അല്ലറ ചില്ലറ കൊടുത്തു ഒഴിവാക്കി. അതിൻ്റെ തുടർച്ചയായിട്ട് ഉറപ്പല്ലേ സുധാകരൻ ഇത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘം ഉണ്ടാവും എന്നുള്ളത്. ഇപ്രാവശ്യം കൊട്ടേഷൻ സംഘം, നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ, ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ, 8000-ഓളം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ വോട്ട് ചെയ്യുന്നതിൻ്റെ പല ഭാഗത്തായിട്ട് സംഘർഷം ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു, നല്ല രീതിയിൽ പ്രതിരോധിച്ചു. ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. 1300-ഓളം വോട്ടിന് ഇവരെല്ലാം ജയിക്കുന്ന നില വന്നു. പുതിയ പ്രസിഡന്റ് വന്നു. പുതിയ പ്രസിഡന്റ് ഞങ്ങളാരും ആയിരുന്നില്ല, പഴയ കോൺഗ്രസിൻ്റെ നേതാവാണ് അഡ്വക്കേറ്റ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സംവിധാനത്തിൻ്റെ സൂക്ഷിപ്പുകാരും നടത്തിപ്പുകാരുമായിട്ട് ചില ആളുകൾ ചമഞ്ഞ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉപയോഗപ്പെടുത്തിയിട്ട് മുഖപ്രസംഗം എഴുതുമ്പോൾ ആ മുഖപ്രസംഗം എഴുതുന്നവർ മനസ്സിലാക്കണം, സുധാകരൻ നടത്തിയ പ്രസംഗം, അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ക്രിമിനൽ സംഘം, ആ സംഘത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ജനങ്ങളെടുത്ത നിലപാട്, വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ കണ്ടിട്ട് തെറ്റായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള മുഖപ്രസംഗമാണ് ഇന്ന് ഒരു പത്രം വൃത്തിയായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശൂലം 4 ഭാഗത്തും വരും, ഞാനതിൻ്റെ മുമ്പിലുണ്ടാവും, ജീവിക്കാൻ തന്നെ അനുവദിക്കില്ല എന്നെല്ലാം പ്രസംഗിച്ച ഒരു നേതാവിൻ്റെ, സംസ്ഥാന പ്രസിഡന്റിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു ഇലക്ഷനിൽ നല്ല കരുതലോടുകൂടി തന്നെയാണ് ജനങ്ങളൊക്കെ ആ ഇലക്ഷനിൽ പങ്കെടുത്തത്. രാവിലെ തന്നെ അവരൊക്കെ വന്ന് കൃത്യമായിട്ട് നിന്ന് വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് അവിടെ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. സുധാകരൻ്റെ ഭീഷണിയൊന്നും അവിടെ വിലപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴുള്ള വാർത്ത. ഇനി നിയമയുദ്ധം നടത്തില്ല, ആർക്കും കുഴപ്പമില്ല, നിയമയുദ്ധം നടത്തിക്കോട്ടെ. പക്ഷെ നേരിട്ടുള്ള ക്രിമിനൽ യുദ്ധം നടത്താൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങളൊന്നും ഇന്നും പറഞ്ഞു. അത് നടത്താനാണ് സുധാകരൻ ശ്രമിച്ചത്. അതിന് ജനങ്ങൾ അഭിമുഖീകരിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കിയ സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനമാണ്. സഖാവ് പിണറായി പങ്കെടുത്ത 6 പരിപാടി നടന്നിട്ടുണ്ട് അവിടെ. ആ ഒരു മുനിസിപ്പാലിറ്റിയും അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള 3 പഞ്ചായത്തുമുണ്ട് അവിടെ. അതോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പരിപാടി, ജനകീയമായ രാഷ്ട്രീയമായ ഒരു പരിപാടിയും UDFോ BJPയോ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ജനകീയ മുന്നേറ്റം തന്നെയാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീണ്ടും ആവർത്തിക്കുന്നത്, പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യം ചരിത്ര വിജയം നേടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ പാലക്കാട് തങ്ങൾക്കെതിരെ വിമർശനങ്ങളൊന്നും മുമ്പ് ഇങ്ങനെ പരസ്യമായി പറഞ്ഞിരുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമിൻ്റെയും SDP-യുടെയും ആശയ തടവറയിലാണ് മുസ്ലിം ലീഗും ഗുണഭോക്താവായ കോൺഗ്രസും ഉള്ളത് എന്ന് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ
റിവ്യൂ പരിശോധനയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത്. ഞാൻ തിരഞ്ഞെടുപ്പ് ശേഷം ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അത്രത്തോളം ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ SDPIയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെ ചേരുന്ന ഒരു വർഗീയ കൂട്ടുകെട്ട് രൂപപ്പെട്ടു വന്നത്. പിന്നെ അതിന് മുമ്പേ വിശദീകരിക്കേണ്ട കാര്യം ഞങ്ങളൊക്കെ ഒരിക്കലും നിന്നില്ല, ഒരിക്കലും നിന്നിട്ടില്ല. അവര് പ്രഖ്യാപിക്കാറുണ്ട്. ആ പ്രഖ്യാപനം ഞങ്ങൾ നമ്മൾ എന്ത് ബന്ധം? ഇല്ല, ഞാൻ തന്നെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എപ്പോഴും ഇവിടെ കാലം പഴയകാലം പ്രശ്നമാവും. പഴയകാലം ഭൂതകാലത്തെ അവർ ഓർത്തുകൊണ്ട് മാത്രമേ വർത്തമാനമുള്ളൂ. ആ വർത്തമാനത്തിൽ നിന്ന് മാത്രമേ ഭാവിയുള്ളൂ. അതിൽ ഞാൻ പ്രകോപനം വേണ്ട, വെറുതെ പറഞ്ഞാൽ മതി. സാധാരണ പറഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും. അത് ഇത്രയേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ കക്ഷിയായി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഐക്യപ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു മതരാഷ്ട്രം വേണം, ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് ലോകത്തിൻ്റെ ഭാഗമായിട്ട് പരസ്യമായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. തികച്ചും വർഗീയമാണ്, തികച്ചും രാഷ്ട്രവാദമാണ്. BJP എന്താണോ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പേര് പറയുന്നത്, അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഐക്യമുന്നണിയില്ല. ഇന്നുമില്ല, ഇനി ഉണ്ടാവുകയും ചെയ്യില്ല. നേരത്തെ നിങ്ങൾക്ക് അറിയുന്നതാണ് കാര്യം. അവർ ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കല സാധാരണ. ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ തിരിക്കേണ്ട. അതായത് ജമാഅത്തെ ഇസ്ലാമിനെ കുറേ കോൺഗ്രസ്സുകാരെ തീരുമാനിക്കും, കുറേ ലീഗുകാരെ തീരുമാനിക്കും, കുറേ മാർക്സിസ്റ്റുകാരെ തീരുമാനിക്കും. ഇവർക്കെല്ലാം ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കും. ഈ നിലയായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത്. ഇപ്പം തിരിച്ചറിയോടുകൂടി കൃത്യമായിട്ട് ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതോടുകൂടി മാധ്യമത്തെയും അതുപോലെ തന്നെ മീഡിയ വണ്ണിനെയും എല്ലാം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഴയ കാലത്ത് ഉള്ളിൽ കൂടി നടത്തിയിട്ടുള്ള ശ്രമമാണല്ലോ, ആ ഉള്ളിൽ കൂടി നടത്തിയ ശ്രമം എല്ലാം പരസ്യമായി. ആ പരസ്യമായ നിലപാട് ഞങ്ങൾ കൊടുത്തു. അത്രയേ ഉള്ളൂ കാര്യം. അതേന്ന് അതൊന്നും ഒരു അത് ഏതെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലും എഴുതിയുള്ള ഒരു മുഖപ്രസംഗം കാര്യമില്ല. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന് ഇപ്പോൾ ഈ മീഡിയ വണ്ണ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആണെന്ന് ആരെങ്കിലും അറിയോ? നിങ്ങൾക്കറിയില്ല? അറിയോ? എല്ലാവർക്കും അറിയാം. ഇപ്പം അറിയുള്ളൂ, നമുക്കറിയില്ല. ഈ പത്രക്കാർക്കെല്ലാം അറിയില്ല. ഇപ്പം അറിയാം. അതുപോലെ മാധ്യമം ജമാഅത്തെ ഇസ്ലാമിൻ്റെതാണെന്ന് ആരെങ്കിലും അറിയോ? അപ്പോൾ അറിയാതെ ഘട്ടത്തിൽ ഞങ്ങളെല്ലാം മാധ്യമത്തോടും അതുപോലെ തന്നെ മീഡിയ വണ്ണിനോടെല്ലാം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും പച്ചയായിട്ട് വർഗീയത അതിൻ്റെ മുഖമുദ്രയായിട്ട് മാറുകയും ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമാണ് എന്ന് പരസ്യമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, മതനിരപേക്ഷക്കെതിരാണ്. ഒരു ഭാഗത്ത് RSSൻ്റെ കൗണ്ടർ പാർട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ അതിശക്തിയായിട്ട് നിൽക്കുന്നത്. ഇനി എതിർക്കും. അപ്പോൾ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അത്രത്തോളം പുറത്തു വരാത്ത ഘട്ടത്തിൽ കണ്ട ഒരു കാര്യം വെച്ചിട്ട് അത് അന്ന് നേടാൻ സാധിച്ചിട്ടുള്ള കാര്യം ഇനി നേടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അത്രയേ ഉള്ളൂ. ഇപ്പോഴും ലീഗ് അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. ആ ഞങ്ങളുടെ വിമർശനം അതിൻ്റെ തടവറയിലാണ്, അതിൻ്റെ ആശയ തടവറയിലാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല, വെറും തടവറയല്ല, ആശയ തടവറയിലാണെന്ന് പറഞ്ഞത് ഈ വർഗീയത കൊണ്ടാണ് പറഞ്ഞത്. നേരത്തെ ആയിരുന്നില്ല. പലപ്പോഴും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ നമ്മൾ ശക്തിയായ രീതിയിൽ ഈ ഭരണവികാരത്തിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ BJPയുടെ ഒപ്പം അതിശക്തിയായിട്ട് എതിർത്ത് നിൽക്കുന്ന വിഭാഗത്തിൻ്റെ ഒപ്പം നിന്നല്ലോ ലീഗ് ഉൾപ്പെടെ. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും അതല്ലേ നിലപാട് സ്വീകരിച്ചത്. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായ നിലപാട് ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അന്ന് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മതരാഷ്ട്രം വരാൻ പാടില്ല എന്നുള്ളത് വേണ്ടിയിട്ടാണ്. ഇത് മതരാഷ്ട്രം വേണമെന്ന് പറയുന്നവരുമായി ചേർന്നതാണ് പ്രശ്നം. അതാ കാര്യം. രണ്ടിനും രണ്ട് വ്യത്യാസം മനസ്സിലായില്ലേ? ഒരാൾ LDFിലേക്ക് ഒരാളും ക്ഷണിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എന്നാൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ നിലപാടുകളെ കോൺഗ്രസ് വിരുദ്ധവും BJP വിരുദ്ധവുമായ നിലപാടുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ഇനിയും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ വന്നാൽ വരട്ടെ. ഇപ്പോഴും നേരെ മറിച്ചാണുള്ളത്, വർഗീയതയോടൊപ്പമാണ് ചേർന്നിട്ടുള്ളത്. അതും രാഷ്ട്രവാദം അംഗീകരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒപ്പമാണ് ചേർന്നിട്ടുള്ളത്. അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്യും. എതിർത്ത രീതി തന്നെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി എതിർക്കും, ശക്തിയായിട്ട് എതിർക്കും. മതി മതി. നിങ്ങൾ ഏതാ പത്രം? അതിൽ കണക്കുന്നു.
ഈ പറഞ്ഞുകൊണ്ട് അടുത്ത പലൊന്നും ചോദിക്കാണ്ട് പറഞ്ഞു. ഞാൻ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. ഈ പേടി ന്യൂസെല്ലാം പറഞ്ഞില്ലേ, എന്താ ഇന്നതായിരിക്കും ഒരു ഇതില്ലാതെ വിഷമില്ലാതെ. നിങ്ങളാണ് അതിൽ ആദ്യത്തെ ആൾ. നിങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ പേര് പറയണ്ടായിട്ടില്ല കേട്ടോ. എല്ലാം പെയ്ഡാണ്. നിങ്ങൾ വേറെ ആയിരിക്കും പേടി. തെളിവെന്താ കാണുന്നതല്ലേ തെളിവ്, വേറെ എന്ത് തെളിവ്? നിങ്ങളിപ്പോൾ രാഷ്ട്രീയമായി ഏകപക്ഷീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി UDF വേണ്ടി നിങ്ങളെ തന്നെ പാനൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതല്ലേ തെളിവ്. അതിനപ്പുറം തെളിവ് എന്താ അവിടെ? തിരക്കുകളില്ല, പിന്നെ തെളിവ് അന്വേഷിച്ച് നടക്കുക. ഇതല്ലേ തെളിവ്? നിങ്ങളേത് മാത്രം കണ്ണൂർ ഇലക്ഷനാണ് തെളിവ്. ഇതാ തെളിവ്. ഇപ്പോൾ ഇന്നലത്തേലും വൈകുന്നേരത്തേലും കണ്ടാൽ മതി. ഇന്നും കൂടി കണ്ടോ, അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാവും എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. പണം കൊടുത്തതിന് തെളിവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പെയ്ഡ് ന്യൂസ് പോലെ, അതായത് പണം വാങ്ങി വാർത്ത സൃഷ്ടിക്കുന്നത് പോലെ, അതാണല്ലോ സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞത്. അങ്ങനെയുള്ള അതേ സാമ്പിൾ നിലപാട് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറയുന്നത് പണം കൊടുത്തോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രമല്ല, പെയ്ഡാകുമ്പോൾ എന്തും വാങ്ങാം, എന്ത് രീതി എന്തും സ്വീകരിക്കാം. അതായിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ പത്രത്തിൻ്റെ പേര് പറയാതിരുന്നില്ല, പത്രത്തിൻ്റെയും മറ്റേ ചാനലിൻ്റെയും പേര് ഞാൻ ബോധപൂർവ്വം പറയാതിരിക്കുന്നതാണ്. ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നോക്കാം കേട്ടാ. അത് പെടുത്തേണ്ട കാര്യം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങളെ അതാ മാതൃഭൂമിയാണ് ഓർക്കുന്നത്. മറ്റേ എന്താ അതൊന്നും ചോദിക്കാതെ ആയിരിക്കും. അല്ല 6000 കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്തിരിക്കുന്നു. ഇപ്പം പിന്നെ 8000 ഇപ്പം ചെയ്തല്ലോ. ഇവരെന്താ കുഴപ്പം? ഇത് ഈ സൊസൈറ്റീൻ്റെ എല്ലാം നമ്പർ എന്ന് പറയുന്നത് ഓരോ സൊസൈറ്റിയും അതിൻ്റെ ഉത്ഭവകാലം മുതലുള്ള മെമ്പർമാരായിരിക്കും. അതിൽ കുറേ എണ്ണം യഥാർത്ഥത്തിൽ മുമ്പേ പോയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന മെമ്പർഷിപ്പിൻ്റെ എല്ലാം ഈ ആകെ പറയുന്നൊരു പകുതിയും കൂടി ഉണ്ടാവില്ല. പിന്നെ സൊസൈറ്റിയിലാകുമ്പോഴുണ്ടാകുന്ന ആളുകളുടെ താല്പര്യം വെച്ചിട്ടല്ലേ വോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 6000 പോയത്. ഇപ്രാവശ്യം അത് കുറച്ചും കൂടി സജീവമായതുകൊണ്ട് സുധാകരൻ പറഞ്ഞല്ലോ കുന്നുകളി. അതെല്ലാം വന്നപ്പോൾ 8400 എത്രയേ ഉള്ളൂ. അതെ അതൊക്കെ ഉറപ്പല്ലേ. കോൺഗ്രസ് എടുത്ത നിലപാട് തന്നെയാണല്ലോ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. പാടില്ലാതെ മാത്രമല്ല, അതിലെ ക്രിമിനൽ സംഘം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ക്രിമിനൽ സംഘം കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. കൊട്ടേഷൻ സംഘമാണ് അവിടെ കൊണ്ടുവന്നത്. അതിനെയാണ് ജനങ്ങൾ കൃത്യമായിട്ട് പ്രതിരോധിച്ചത്. ഇത്രയും മതിയോ? അവിടെ എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ട്. പിന്നെ ഇവരെല്ലാം എന്തിനാ പോയത്? അത് ചോദിച്ചില്ല അല്ലേ? അത് ചോദിച്ചാൽ മനസ്സിലാവും. അത് ബൂത്തിലാവത് ഏതൊരാൾ പോയതിൻ്റെവാ നിയമമനുസരിച്ച് കേട്ടോ. കാരണം ഇത് നിങ്ങളെ കൊല്ലും, നിങ്ങളുടെ ശൂലം എല്ലാ ഭാഗത്തും വരികയാണ്, ജീവിച്ചിരിക്കാൻ അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ധൈര്യം കൊടുക്കണ്ടേ? അതാണ്. സഖാവാൻ അയാൾ BJP RS അല്ലേ, പിന്നെ സഖാവാൻ AK ബാലൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ വ്യക്തമാണ്. സന്ദീപ് വാര്യരായാലും ആരായാലും നിലപാടുണ്ട്. ഇപ്പോൾ അവർക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് വർഗീയതയ്ക്ക് അനുകൂലമാണ്, RSSൻ്റെ നിലപാടാണ്. അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കുന്ന നിലപാടാണ്. ആ നിലപാട് വെച്ചുകൊണ്ട് ഒരു സന്ദീപ് വാര്യർക്കും CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. CPM-ലേക്ക് വരലല്ല, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയവും ഈ വർഗീയ വിരുദ്ധ സമീപനവും എല്ലാം ചേർന്ന് നയം പ്രഖ്യാപിച്ചാൽ മാത്രമേ സരിനെ പോലെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ സാധിക്കുള്ളൂ. അത് തീർച്ചയായിട്ടും ഞാൻ തന്നെ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. പരമാവധി നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. 500 ഇപ്പൊ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി 2000 ഉണ്ട്. നീക്കം ചെയ്യുന്നില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അതെ, ഒരുക്കുകയാണ്. കോൺഗ്രസും BJP-യും കൂടി ചേർന്നിട്ടാണ്. ഇവിടെ പറഞ്ഞ പോലെ ഏത് ഗൗരവവും ഞങ്ങൾ പൂരിപ്പിച്ചോളാം. ഇനിയിപ്പോൾ ചോദ്യത്തിന്റെ സ്പീരിറ്റതല്ലേ. അതായത് ഈ 2500-ഓളം വരുന്ന കള്ളവോട്ട്, അതാണ് ഈ VLO-മാർ ഇതിന് ഉത്തരവാദികളാണ്. നോക്കട്ടെ എന്തിനാ പോണെന്ന് നോക്കാം.
തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ പറഞ്ഞു. കളക്ടർക്ക് നേരത്തെ തന്നെ മെമ്മോറണ്ടം കൊടുത്തു. LDF ആ രീതിയിലുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു ദിവസമൊന്നുമല്ല, മുമ്പേ തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിത് മനസ്സിലായ അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാമ്പയിൻ ഇപ്പോൾ തുടരുകയാണ്. ഇന്നും അതുകൊണ്ട് തന്നെയാണ് LDFിൻ്റെ മാർച്ചിന് നടത്തി, കളക്ടറേറ്റിലേക്കുള്ള മാർച്ചിന് നടത്തി കളക്ടറെ കണ്ടു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ഒരു വോട്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് ഏറ്റവും കൂടുതൽ RSSനെതിരായിട്ട് ഏറ്റവും ശക്തിയായിട്ട് ആരാണോ പ്രതികരിക്കുന്നത് അവരെയാണ് RSSൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു രീതി. അതാണ് പിണറായിക്ക് എതിരായിട്ട് ഒരു കാര്യം. പിണറായിയാണ് ഏറ്റവും ശക്തിയായിട്ട് RSSനെതിരായിട്ട് ശക്തിയായ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ പിണറായിയാണ് നമ്പർ 1 ശത്രു. ആ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ലീഗും ഉണ്ട്, അതുപോലെ തന്നെ RSSും ഉണ്ട്, BJP ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. പക്ഷേ ഈ വോട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ തടയുമെന്ന് പറയുന്നത്, പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ പ്രതികരണമായി വരുന്നത് വോട്ടർമാരെ ഉദ്യോഗസ്ഥർ തടഞ്ഞാൽ അത് നേരിടുമെന്നാണ് പ്രതിപക്ഷ. അതാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ കാര്യം? പണ്ടാരോ പറഞ്ഞതുപോലെയാണ് സംഭവം. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് വ്യക്തമായില്ലേ? ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വ്യക്തമാവും. അതുകൊണ്ട് ഇപ്പോൾ ആദ്യം പറഞ്ഞത് കോൺഗ്രസ് നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ BJPയും പറയും. അപ്പോൾ രണ്ടാളും വ്യക്തമായി ആരാ ഉത്തരവാദികളും. ഈ ഒരു ഗൗരവമായ സ്വഭാവം സ്വാഭാവിക തെരഞ്ഞെടുപ്പ് റിസൾട്ടിനോട് ഉൾപ്പെടെ ബാധിക്കും. അപ്പോൾ അത് കോടതിയിലായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിക്കേണ്ട. നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ സംസാരിക്കുന്നത്? എവിടെ ബോധിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം റിപ്പോർട്ടറല്ലേ? അത് വേഗം ബോധിപ്പിക്കില്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും പറഞ്ഞിട്ട് കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പിന് മുമ്പും പറഞ്ഞിട്ട് കാര്യമുണ്ട്. 500 എന്ന് പറഞ്ഞാൽ 1000 ആയില്ലേ വ്യത്യാസം? 2000 4000 ആവും. അതിനെ ശ്രമിക്കുന്നു. നോക്കാം നമുക്ക്. നോക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിന് രസമുണ്ടല്ലോ 2 ദിവസം. നോക്കട്ടെ. വെപ്രാൾ ഇപ്പോൾ ഉണ്ടാവും. ഈ വെപ്രാളൊന്നും കാണുന്നില്ലല്ലോ അവിടെ റിപ്പോർട്ടിൽ ഇവിടെ കാണിക്കുന്നത്. അതെ അതെ. മഹാത്മാഗാന്ധിയെ ഒരു ചെറിയ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞാലേ സന്ദീപ് നല്ലോണം ചേർക്കേണ്ടിയിരുന്നു. അത് തെറ്റിദ്ധരുത്തിയല്ലേ? തെറ്റിദ്ധരിച്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇതേവരെ പറഞ്ഞോ? സന്ദീപ് വാര്യർ പറഞ്ഞോ തെറ്റിദ്ധരിക്കാൻ പോവാന്ന്? ഞാൻ എന്താ പറയുക, സമാധാനത്തിൻ്റെയോ എന്താ പറഞ്ഞോ ഒരു പ്രയോഗമാകെ സ്നേഹത്തിൻ്റെ. സ്നേഹം RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് RSSന് പറ്റുന്ന പ്രയോഗം. അത് സ്നേഹം കേട്ടോ. RSS സന്ദീപ് വാര്യർ ഇവരെ മാറിയിട്ടില്ല. ആരെ? ഞങ്ങൾ പറയുന്നത് ആര് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ നോക്കാനില്ല. ഇവിടെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉന്നയിച്ച ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയ പ്രശ്നമാണ്. ആ പ്രശ്നം ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു. ആ പ്രശ്നത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്, ഇപ്പോൾ നിൽക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞാലും നിൽക്കുകയാണ്. ഇലക്ഷന് വേണ്ടി പറയുന്ന ഒരു പ്രചരണം നിങ്ങൾ വിചാരിക്കേണ്ട. ഇലക്ഷൻ്റെ മുമ്പും അതെ, ഇലക്ഷൻ കഴിഞ്ഞാലും അതിന് ആ നിലപാട് തന്നെ. അവരെപ്പോഴാണോ നിലപാട് മാറ്റുന്നത് അതുവരെ ആ നിലപാട് തുടരും. അതിനൊരു വ്യത്യാസമില്ല. OK വാസുവിനെ മാത്രമൊന്നുമല്ല, OK വാസുവിനെ പോലെ നിരവധി നേതാക്കന്മാരും പ്രവർത്തകന്മാരും BJPയിൽ നിന്ന് പോന്നിട്ടുണ്ട്. അവരെല്ലാം BJPയുടെ രാഷ്ട്രീയ നിലപാടിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ്, അവരെടുത്ത സമീപനം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കുകളായിട്ട് മാറിയതുകൊണ്ടാണ് അങ്ങനെയാണ് അവർക്ക് വരാൻ സാധിച്ചത്. അങ്ങനെ വരാം ഇതേവരെ കണ്ടില്ലല്ലോ സന്ദീപ് വാര്യർ, കണ്ടിട്ടില്ല. യെസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ CJP എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും കോൺഗ്രസ് BJP ബന്ധം എന്ന് പറഞ്ഞ് CJP എന്നാണ് അഭിഷേകം. CJP അതായത് CPIM BJP പേഡ് ന്യൂസിന്റെ ഭാഗമായിട്ട് പ്രചരണം ഇതല്ല. അതാ ഞാൻ പറഞ്ഞത്. അത്രയും ഞാൻ പറഞ്ഞു വെച്ചത് മനസ്സിലാക്കൂ. ഈ പറയുന്നതെല്ലാം പേഡ് ന്യൂസിന്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം കേട്ടാ. അത് നിങ്ങളെ ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. കുറച്ച് പണം തോന്നിട്ട് കുറച്ച് പൈസയും കൊടുത്ത് വിട്ടിരിക്കുകയാണ്. നീ ആളെ കൊണ്ട് ഇങ്ങനെ ചോദിക്കുക, നമ്മൾ മറ്റേ ആളോട് ഇങ്ങനെ ചോദിക്കുന്നല്ലേ? CJP ആണ്. ഇത് മാനേജ്മെന്റുകൾക്കല്ലേ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കുറച്ചല്ലേ തരുന്നു, പുറത്താ ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഹോൾസെയിൽ ഏജന്റ്. അവരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവങ്ങൾ, നിങ്ങൾ നമ്മൾ ശത്രുക്കളല്ലാന്ന് നമ്മൾ എപ്പോൾ എല്ലാ കാലത്തും ഇവിടെ പറയില്ലേ. നിങ്ങൾ ഇവിടുന്ന് എന്നോട് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യമെല്ലാം പറയും, വല്ലതും വരുമോ?
ആണോ? നല്ലത് നല്ലത്, നന്നായി. കുറച്ച് മാറി വരട്ടെ, കുറച്ച് ഗുണാവട്ടെ. പ്രതിപക്ഷ നേതാവ് ഇതും ഒരു പേടി ദിവസമാണെന്ന് പറയും. ഇങ്ങനെ മൊത്തമായിട്ട് ലൈവ് കൊടുക്കുമ്പോഴേ തിരിച്ചിതും പറയായിരിക്കും. ഇല്ലില്ല, ഞാനല്ലേ സംസാരിക്കുന്നത്. നേരെ നിങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും പാർട്ടിക്കാരൻ പറയുന്നതല്ല, അതല്ലേ പ്രശ്നം. നിങ്ങൾക്ക് ഞാൻ പെയ്ഡ് ന്യൂസാന്ന് പറയുന്നത് അർത്ഥം മനസ്സിലായില്ലേ? അതായത് ചാനൽ തന്നെ പെയ്ഡായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഇന്ന സ്ഥിതിയാണ് ഉള്ളത്, ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യേണ്ടത്, ഇന്ന ആളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അത് വി ഡി സതീശൻ പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറയുമ്പോഴും എനിക്ക് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിങ്ങളുടെ വക്താക്കളായിട്ട് വരുന്ന ഓരോരുത്തരെയും ഇടതുപക്ഷത്തിനെതിരായും യു ഡി എഫിന് അനുകൂലമായും കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. അതാ കാര്യം. അതാണ് പെയ്ഡ് ന്യൂസാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അല്ല, ചർച്ചയ്ക്ക് വിളിക്കുന്ന ആളല്ല, നിങ്ങൾ തന്നെ. ആയങ്കർമാരല്ലേ അപ്പോൾ ഈ പറഞ്ഞ് മാറി നിൽക്കും. എന്നിട്ട് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എണ്ണയിട്ട യന്ത്രം പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഇന്നേ വരെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം കോൺഗ്രസ് നടത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ചില കാര്യം പറഞ്ഞത്. ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. CPM സംബന്ധിച്ചിടത്തോളം മങ്ങിയിരിക്കുകയാണ്. നിങ്ങളെന്നെ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ മങ്ങിയിട്ടുമില്ല, അവരൊട്ട് എണ്ണയൊട്ട് യന്ത്രമായിട്ടുമില്ല കേട്ടോ. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. താഴെ വരെ പോയിട്ടുള്ള മുഴുവൻ കമ്മിറ്റിയോട് 3 പ്രാവശ്യം മീറ്റ് ചെയ്യാളാണ് ഞാൻ. സംശയം എന്താ കാര്യത്തിൽ? നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നു, എനിക്ക് സംശയമില്ലാതെ ഞാൻ പറഞ്ഞു. ഞാനെന്തിനു സംശയിക്കണം? ആ ഇലക്ഷൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായ ഒരാളല്ലേ ഞാൻ. ഒരു സംശയം ഞാൻ അത് ഞാൻ സാധാരണ പറയുന്നൊരു പദമുണ്ട്, വെറുതെ ഇവിടെ പറഞ്ഞിട്ട് അതും പറയാൻ ഇല്ലാതെ കാര്യമില്ല. ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഞാൻ ഇല്ലാതെ ഉത്തരം പറഞ്ഞു. വേണ്ട ലൈവ് പോണ്ട. ഇത് എന്ത് വന്നാലും ഭരണത്തിനെതിരാവില്ലല്ലോ. ഞങ്ങൾ 99 സീറ്റില്ല. ഇപ്പോൾ എവിടെ ഭരണത്തിനെതിരാവാനാ? ഒരു സംശയവും വേണ്ട. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒക്കെ നിർണായക സ്വാധീനം വഹിക്കുന്ന ഒന്നായിരിക്കും ഈ 2 അസംബ്ലി നിയമമണ്ഡലത്തിലെയും പാർലമെന്റ് നിയമമണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് വിധി കേട്ടോ. ഒരു സംശയവും വേണ്ട. വരാൻ പോകുന്ന 3ാം ഗവൺമെന്റ് ഉണ്ടല്ലോ, അത് ഉൾപ്പെടെ ബാധിക്കും. സംശയം എന്താ? ആയി വരാനാ പിന്നെ? നിങ്ങളെന്ത് വിചാരിച്ചില്ല? നിങ്ങളെ ഈ പ്രചരണം കൊണ്ട് രാജ്യം മുഴുവൻ മാറുന്ന അത് നമുക്ക് കാണാം, ഈ ഇലക്ഷനിൽ കാണാം എങ്ങനെയാണ് മാറിയത്. തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. 3ാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ തയ്യാറെടുപ്പിലാണ്. നിങ്ങളെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 2ാമത് വരുന്ന ചോദിച്ചാൽ വിചാരിച്ചു ഏതെങ്കിലും ഒരു മാധ്യമം കഴിഞ്ഞ പ്രാവശ്യം 8 സെൻട്രൽ ഏജൻസികളും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്വർണ്ണക്കടത്തും അതും ഇതും വാർത്ത നിങ്ങൾ മുഴുവൻ നിറച്ച് പെയ്ഡ് ന്യൂസ് പോലെ എല്ലാം കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇടതുപക്ഷ ജയത്തിനോട് 2ാമത് തിരിച്ചു വരുന്നു? ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞോ? അത് ദേശാമാനിയോ മറ്റോ കയ്യിലെ വിടുകയാണ്. ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഇപ്പം പറയില്ല, പക്ഷേ വരും കേട്ടോ. ഇല്ല, ഞാൻ ഇങ്ങനെ വേണ്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 2 3 പേറ്റാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പോരെ, അസംബ്ലി തെരഞ്ഞെടുപ്പ് പോരെ, 3 പേറ്റാണ് വോട്ട് ഇവിടെ കേരളത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം 123 സീറ്റിൽ ജയിച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലായ കഴിഞ്ഞ പ്രാവശ്യം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലല്ല, അതിന് മുമ്പ് UDF അവരുടെ ഭൂരിപക്ഷം അസംബ്ലിയിൽ 123 മണ്ഡലേ, ഇതിലാ 99 സീറ്റ് ജയിച്ചത്. ഇപ്രാവശ്യം 111 ഉള്ളൂ കേട്ടോ. അത്രയില്ല, 123 ഇല്ല. ആ സാഹചര്യം നല്ലപോലെ മാറിയിട്ടുണ്ട്. നമുക്ക് അനുകൂലമായ സാഹചര്യം മുമ്പോട്ട് വരികയാണ്. തിരിച്ചൊന്നും കാര്യമില്ല. ഏഷ്യാനെറ്റുകാരൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ആലോചിക്കാൻ തന്നെ സാധിക്കില്ല. കിടിലമായിരിക്കും, ഉൾക്കിടില കേട്ടോ. ഒരു വികാരം ഒരു സ്ഥലത്തുണ്ടായി. സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതല്ലേ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നിങ്ങളെന്താ വിചാരിച്ചത്? CPM സമ്മേളനത്തിൽ ഇമാതിരി ഒരു കാര്യം ചർച്ച ചെയ്യില്ലെന്നാണോ വിചാരിച്ചത്? ഞങ്ങൾ കരക്ഷന് വേണ്ടി നല്ലതുപോലെ ചർച്ച ചെയ്യും. പാർട്ടി സമ്മേളനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യും. നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്ത് വാർത്ത കൊടുക്കുന്നുള്ളത് ഞങ്ങൾ നോക്കാറുമില്ല. ഞങ്ങൾ അടിമുടി 3 കൊല്ലക്കാലത്തെ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും അടിമുടി ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPIM. അത് പാർട്ടി സമ്മേളനത്തിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യും. ഇനിയും ചർച്ച ചെയ്യും. ഇപ്പോൾ ഏരിയ സമ്മേളനം തുടങ്ങി, ഏരിയ സമ്മേളനത്തിലും ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് ജില്ലാ സമ്മേളനം തുടങ്ങി, ജില്ലാ സമ്മേളനത്തിലും ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം തുടങ്ങി, സംസ്ഥാന സമ്മേളനത്തിലും ചർച്ച ചെയ്യും.
അതുകൊണ്ട് ചർച്ച എന്ന് പറഞ്ഞ് പിടിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. അത് പാർട്ടിക്കെതിരായിട്ട് വരുന്ന ഞങ്ങൾ ക്രിയാത്മകമായ ശരിയായ ഒരു നിലപാടാണ്. പക്ഷേ ഈ പാലക്കാട് അവസാന നിമിഷവും ഒരു പുതുമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് പാലക്കാട് കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള ഒരാൾ ഇപ്പോൾ CPM-ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സന്ദീപ് നീ ചോദിക്കാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലല്ല ചോദിച്ചതാ മാഷോട്. ഇപ്പോൾ വന്നതാ, പുതുതായിട്ട് വന്നതാണ്. ഇനി ഒരുപാട് മാറ്റം വരും. ഇതിൽ പ്രകടമായ മാറ്റമല്ലേ? 9 or 10 നേതാക്കന്മാർ ഇപ്പൊ തന്നെ ഞങ്ങളോട് വന്നിട്ടുണ്ട്. അതൊക്കെ പ്രകടമായ മാറ്റമാണ്. പ്രകടമല്ലാത്ത നിരവധി മാറ്റങ്ങളുണ്ട്. അത് കോൺഗ്രസ് നിന്നുണ്ട്, BJP നിന്നുണ്ട്. ആ മാറ്റങ്ങളെല്ലാം കൂടി ചെയ്യുമ്പോഴല്ലേ ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് ജയിക്കുന്നു. വെറുതെ പറയുന്നതാണോ? CPM-ലേക്ക് വരുന്നവരെല്ലാവരെയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. ഇല്ല, ആര് വരുമ്പോഴും ഞാൻ ഈ പറഞ്ഞത് ഗ്യാരണ്ടി അവർക്ക് ബാധകമാണ്. അവരുടെ നിലപാട് മാറ്റണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും കൂടെ. അത്രയേ ഉള്ളൂ. അവർ പാർട്ടിയുമായിട്ട് സഹകരിക്കണം. എന്നാണ് അവിടെ വോട്ടിയാണ് ഞാൻ പറയുന്നില്ല. ആയിരിക്കാം വോട്ട് ചെയ്തുകൂടാതെ. അപ്പോൾ തന്നെ ഒരു പടിയായില്ലേ സമയം. ശരി, വളരെ താങ്ക്സ്.